ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പം ഞങ്ങൾ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞായറാഴ്ച വെറുതെ ഇരിക്കുമല്ലേ, അപ്പോഴത്തേക്കും കമ്പം വരെ പോകാമെന്നുള്ള പ്ലാനിങ് വന്നേ. അപ്പം ഇവിടുന്ന് കട്ടപ്പനയിൽ നിന്നാണെങ്കിൽ ഡയറക്റ്റ് കമ്പമേട് വഴി വണ്ടിയുണ്ട്. അപ്പം നമ്മൾ 10 മണിയുടെ വണ്ടിക്കാണ് പോയത്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ കട്ടപ്പന സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 10 മണിയുടെ തമിഴ്നാട് KSRTC ഉണ്ടായിരുന്നു. അപ്പം അതിൽ കയറി നമ്മൾ സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നുകൊണ്ട് എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയെന്ന് വെച്ചപ്പോഴത്തേക്കും നമുക്ക് സാധാ സിറ്റി ബസ്സിലൊന്നും ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയില്ലായിരുന്നു. കയറി എല്ലാ KSRTCയിലും തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പോയത് നമ്മൾ കുമളി വഴിയായിരുന്നു. പക്ഷേ ഇത് നേരെ കമ്പമേട്ട് വഴിയായിരുന്നുകൊണ്ട് അത്രയും ചുറ്റുമില്ലായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തുകയും ചെയ്ത്. അപ്പോൾ അതേ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ മലയൊക്കെ കയറി പോകുവാണ്. കമ്പമേട് വഴി തിരിഞ്ഞു പോണ വണ്ടിയാണ്. അപ്പം ഇടയ്ക്ക് നിന്നൊക്കെ ഒത്തിരി തമിഴർ കയറിയിട്ടായിരുന്നു. അവർ ഈ ഞായറാഴ്ച ദിവസമൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതേ ഇരിക്കണ അമ്മൂമ്മയുടെയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് എവിടെയോ ഇറങ്ങണേന്നൊക്കെ നമ്മൾ തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ തമിഴ്നാട് കേരള ബോർഡർ കിടക്കുവാണ്. ഇനി അങ്ങോട്ട് മൊത്തം കാടാണ്. അപ്പം അവിടെയൊക്കെ ഓരോ ജീവികളുടെ കാര്യങ്ങളും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് സുരുളി വാട്ടർഫോളിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങണ ആ ഒരു സ്ഥലം കൊണ്ട് വഴി ഭയങ്കര മോശമായിരുന്നു. നല്ല പൊട്ടിപ്പൊളിഞ്ഞത് അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നത്. അത് കറക്റ്റ് ഒരു വളവായിരുന്നു. അപ്പം കുറച്ച് നേരം നമ്മളവിടെ കിടന്നു. കാരണം കയറ്റം കയറി ഒരു ലോറി വരുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ആ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊടിയും അഴുക്കൊക്കെ ആയിരുന്നു. അപ്പോൾ കാശിക്കൊണ്ട് മൂക്കൊക്കെ നമ്മൾ പൊത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയും വഴിയുടെ സൈഡിൽ കൂടെയുള്ള ഇതെല്ലാം നല്ല സെറ്റാണ്. കാരണം നല്ല പക്കയായിട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇവിടെ എന്തോ ഇപ്പോൾ വഴിയുടെ പണി നടക്കണത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കണത്. അപ്പോൾ നമ്മൾ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഒത്തിരി കേരള ബസ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഡോണയൊക്കെ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ വന്നതുകൊണ്ട് നമ്മൾ പോകാമെന്ന് വെച്ചത്. ഇവിടെ അങ്ങ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയെല്ലാം നല്ല ക്ലിയർ വഴിയാണ്. അപ്പോൾ പിന്നെ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ പോയി. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി, കാശിക്കോട്ടനാണെങ്കിൽ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ പോണ വഴിക്ക് തമിഴ്നാട്ടിലെ അമ്പലമാണ്. അപ്പം ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും അമ്പലങ്ങൾ കാണാവേ. അപ്പം ചെറിയ അമ്പലങ്ങളും അതിനോട് ചുറ്റിപ്പറ്റി ഒത്തിരി ആൾക്കാർ അങ്ങനെയൊക്കെ കാണാം. അപ്പോൾ ഈ ഇറങ്ങി പോണ വഴിക്ക് തന്നെ വേറെ അമ്പലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതിന് മുന്നേ പോകുന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് രാവിലെ എടുത്തൊരു തീരുമാനമായിരുന്നു എന്നാൽ പോയി കളയാന്നുള്ളത്. അപ്പം അധികം സമയം ഇതൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ പോയേക്കാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അങ്ങ് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തമിഴ്നാട് കാണാവേ. അപ്പം ആ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ താഴെ ഒത്തിരി കൃഷിയും സ്ഥലങ്ങളും കെട്ടിടങ്ങളും എല്ലാം കാണും. പക്ഷെ അത് എത്ര വീഡിയോ എടുക്കാൻ നോക്കിയിട്ടും നല്ല ക്ലാരിറ്റിയോടെ കിട്ടിയില്ല. കാരണം ഞാൻ എടുക്കാൻ വേണ്ടി ക്യാമറയായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അത് വിട്ടുപോകുമായിരുന്നു. അപ്പം ഇനി ഒരു ദിവസം നമുക്ക് സ്വന്തം വണ്ടി പോകുമ്പോഴത്തേക്കും നമുക്ക് ഇത് കണ്ടോ, ഈ ഭാഗത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് കാണാം. പക്ഷേ എനിക്ക് ഒരു തരി പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരുന്ന് അമ്മൂമ്മ ചോദിച്ചു, നിങ്ങൾ ആദ്യമായിട്ടാണോ പോണേന്നൊക്കെ ചോദിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേരള ബസ് കടന്നു വന്നതാണ്. അപ്പോൾ ഈ വശത്ത് നിന്നൊക്കെ താഴെയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് കാണാം. പക്ഷേ എനിക്കതൊന്നും പിടിക്കാൻ പറ്റിയില്ല. ആ ഭാഗത്തൊക്കെ തമിഴ്നാടാണ്. അപ്പോൾ നമ്മൾ മലയിറങ്ങി താഴെ വന്നിട്ടുണ്ട്. പിന്നെ തമിഴ്നാട് തുടങ്ങി. ഇപ്പം ഇനി കൃഷികളുടെയൊക്കെ ഇതാണ്. അപ്പോൾ പോണ വഴിക്ക് മൊത്തം നമ്മുടെ വാളംപുളി മരമൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ നിറച്ച് പൂത്തൊക്കെ നിൽക്കുവാണ്. ഇനി കായൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകി എത്തിക്കോളും. തമിഴ്നാട്ടുകാരില്ലെങ്കിൽ നമുക്ക് പച്ചക്കറി ഒന്നും കിട്ടാൻ പോണില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് പിന്നെ നേരെ നമ്മൾ മറ്റേ ഈ വഴി ഏതോ ഉള്ളിലേക്കിടൊക്കെ കയറിപ്പോയതുകൊണ്ട് നമുക്ക് കമ്പം മുന്തിരിത്തോപ്പിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അത് പിന്നെ നമ്മൾ കമ്പത്ത് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ച് കുമളി വണ്ടി കയറിയിട്ടാണ് നമ്മൾ മുന്തിരിത്തോപ്പിൻ്റെ അവിടെ എത്തിയത്. അപ്പാച്ചിപ്പണ്ണി എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങി. സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വൃത്തിയൊന്നുമില്ല, മൊത്തം തവിട്ട് കൂടിയായിട്ട് കിടക്കണമായിരുന്നു. അപ്പം ഈ അഴുക്ക് വെള്ളം അതും ഇതൊക്കെ വന്ന് ഈ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കൂടി കിടക്കുമായിരുന്നു. പിന്നെ നമ്മളിത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അവിടുന്ന് നമ്മളൊരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ 20 രൂപ തന്നെയാണ് വെള്ളത്തിന്. അപ്പോൾ ഞാൻ ഓർത്തെ എല്ലാത്തിനും വിലക്കുറവൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ വിലക്കുറവ് കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ച് പിന്നെ നേരെ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെന്നേ മറ്റേ എൻക്വയറിയുടെ അവിടെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇനി കുമളി വണ്ടി എപ്പോഴാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വെയിലായിരുന്നു. നമ്മുടെ ഇവിടത്തേക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെന്തൊരുക്കും. അമ്മാതിരി ചൂടാണ്. മഴയുണ്ടെന്ന് പോലും തോന്നണില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഒരുമാതിരി മഴയൊക്കെ പെയ്തൊരാശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അവിടെ ഒരു തരി പോലും തണുപ്പോ കാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ
ചെന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുത്തെ ഉഴുന്നോട് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും വാങ്ങാനൊന്നും തോന്നിയില്ല, കാരണം അവിടെയൊക്കെ ആകെപ്പാട് അലമ്പായിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ നേരെ അപ്പുറത്തെ വശത്തേക്ക് നിന്നപ്പോൾ നിലക്കടലയും മാമ്പഴവും അങ്ങനെ പല സാധനങ്ങൾ വിൽക്കണം. അത് ഒരുമാതിരി നല്ല പ്രായമായ അമ്മമാരൊക്കെയാണ് വിൽക്കുന്നത്. പിന്നെ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് വട്ടം കൂടി അതിലേക്ക് ഇരിപ്പുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തും വൃത്തി എന്ന് പറഞ്ഞ കാര്യമില്ല. പിന്നെ ഈ ഫ്രണ്ടിൽ തന്നെ ബാത്റൂം, അതുപോലെ തന്നെ മുല്ലപ്പൂ ഒക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂ, നിലക്കടല, ഇതൊക്കെ വിൽക്കാനിരിക്കുന്ന അമ്മച്ചിമാരാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ചേട്ടനോട് ആദ്യം നമ്മൾ ചോദിച്ചു, പോണ കാര്യമൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവിടെ നിന്നാൽ മതി, ബസ് വരുമെന്നൊക്കെ പറഞ്ഞത്. അവിടെ കപ്പലണ്ടി പറിച്ചുകൊണ്ട് വന്ന്, കപ്പലണ്ടി നിലക്കടല പറിച്ചുകൊണ്ട് വന്ന് വൃത്തിയാക്കണതാണ്. അപ്പോൾ കിലോയ്ക്ക് എത്ര, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചില്ല. ഇനി ചോദിച്ചിട്ട് മേടിച്ചില്ലെങ്കിൽ അവർ ചീത്ത പറഞ്ഞാലോ. അപ്പോൾ ഇവിടെ നിന്നാണ് എൻട്രൻസ് സ്റ്റാൻഡിലേക്ക് കയറണത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്തിരോടെ പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ മൊത്തം അഴുക്ക് പിടിച്ച് അലമ്പായിട്ട് കിടക്കുവാണ്. അപ്പം അവിടുത്തെ തന്നെ ഒരു ചേച്ചി ഒരു കുഞ്ഞു കൊച്ചുമായിട്ട് വന്നിട്ട് ഇവിടെ തെന്നി അടിച്ച് വീണ്. ആ കൊച്ചിന് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല, ചേച്ചിക്കും കാര്യമായിട്ടൊന്നും പറ്റില്ല. പക്ഷേ ഈ അഴുക്ക് വെള്ളമൊക്കെ ഡയറക്റ്റ് ആ ഭാഗത്തായിട്ടാണ് വന്നെ. ഒരുമാതിരി നല്ല മണമാണ്. പിന്നെ വിഷ്ണു എൻക്വയറി കയറി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതുവരെ കാണാത്ത ഒരു ഇടിയും വഴക്കും ലഹളയൊക്കെ ആയിരുന്നു. കാരണം പുറത്ത് നിന്ന് തന്നെ എല്ലാവരും ബാഗും എല്ലാം സീറ്റിൻ്റെ അവിടെ വെച്ച് സീറ്റ് ബുക്ക് ചെയ്തേക്കുവാണ്. പിന്നെ അകത്ത് കയറിയപ്പോഴത്തേക്കും എൻ്റെ ദൈവമേ, അവിടുത്തെ പെണ്ണുങ്ങളുടെ ചീത്തവിളി, ചുമ്മാ കിടന്ന് ലഹള ഉണ്ടാക്കും. എന്തിനാന്ന് നമുക്ക് തന്നെ അറിയത്തില്ല, എന്തൊക്കെയോ വാദോരാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഒരു വിധത്തിൽ അവിടെ പിടിച്ച് നിന്ന്. ഡോണയ്ക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, വിഷ്ണുവിന് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം കുറച്ച് നിന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് സീറ്റ് കിട്ടി, എനിക്ക് സീറ്റ് കിട്ടിയില്ല. ഇതാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ നിലത്തേക്കടയൊക്കെ ഇരുന്നാൽ പോകണം. പക്ഷേ ഈ വണ്ടിക്കകത്ത് ഭയങ്കര ലഹളയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ്സിലൊന്നും കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വഴക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് ചുമ്മാ പെണ്ണുങ്ങളെല്ലാം കൂടെ കിടന്ന് അലച്ച് ഭയങ്കര അലമ്പായിരുന്നു വണ്ടിക്കകത്ത്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ കമ്പം വന്നിറങ്ങി, മുന്തിരി തോപ്പിൻ്റെ അവിടെ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓരോ കച്ചവടക്കാർ വന്ന് ഇങ്ങനെ പുറകെ കൂടിയിട്ടുണ്ട്. കാരണം അവരോട് എന്തെങ്കിലും ഒന്ന് മയത്തി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പുറകിൽ നിന്ന് അവർ മാറത്തില്ല. അത് മേടിക്കണോടം വരെ ഒരു 10-15 പിന്നിന് 50 രൂപയാണ് അവർ പറഞ്ഞത്. അതൊക്കെ നമുക്ക് മേടിച്ചാൽ മുതലാവത്തില്ല, അതുകൊണ്ട് നമ്മളതൊന്നും മേടിച്ചില്ല. ഈ നിൽക്കണ ചേച്ചി, ആ ചേച്ചി നമ്മുടെ പുറകിൽ നിന്ന് മാറണില്ലായിരുന്നു. പിന്നെ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഒരുമാതിരി നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ വന്നപ്പോഴത്തേക്കും അവിടുത്തെ കടയിൽ ഈ ഇരുമ്പ് പാത്രങ്ങൾ, നമ്മുടെ ഇവിടെയൊക്കെ കടയിൽ ചോദിച്ചാൽ അതിന് 100-600 രൂപയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അതിന് വെറും 150 രൂപ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് മേടിക്കണം എന്നുള്ള മെയിൻ ലക്ഷ്യമായിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും ആ ചട്ടി മേടിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ കണ്ടുവെച്ചതല്ല മേടിച്ചത്, ഞാനൊരു റീലിൽ കണ്ട ഒരു ചട്ടിയായിരുന്നു ഇത്. ഈ പാത്രത്തിനൊക്കെ 100 രൂപ വിലയുള്ള ഈ വലിയതിനൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ മേടിച്ചില്ല. വീട്ടിലെത്തി കഴിയുമ്പോൾ പൊട്ടിപ്പോയാൽ പിന്നെ ഇതാവില്ലേ. തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കുമാണ് മേടിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ കുതിരയും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം കാശിക്കോട്ടം കണ്ട് നേരെ അങ്ങോട്ട് പോയി. അപ്പം ഇതിന് മുന്നേയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ 50 രൂപ എൻട്രി ഫീസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നും മേടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരിത്തോപ്പ് മാത്രം കണ്ടിട്ട് പോരുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ 50 രൂപ എൻട്രി പാസ് ഉണ്ട്. അപ്പം അത് കൊടുത്ത് കയറി ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഉള്ളിൽ അവരൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കതറിയത്തില്ലായിരുന്നു. ആദ്യം നമ്മൾ ഫീസ് എടുക്കാണ്ടാണ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു അകത്ത് കയറണ്ടാന്നുണ്ടെങ്കിൽ മുന്തിരിത്തോപ്പ് കണ്ടിട്ട് തിരിച്ച് പൊക്കോളാൻ പറഞ്ഞ് വിട്ടപ്പോഴത്തേക്കും പിന്നെ അമ്മ പറഞ്ഞു എന്നാൽ വന്നതല്ലേ എന്ന് പറഞ്ഞ് അമ്മ പോയി ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന ആൾ ടിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി പറക്കി അകത്തായിട്ട് കയറ്റി വിടണതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞ് നമ്മൾ നേരെ പോയി തിരിച്ച് ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ പിന്നെ അകത്ത് കയറിയത്. അതുവരെ അവിടെയൊക്കെ കാഴ്ചയൊക്കെ കണ്ടു നിന്ന്. പിന്നെ നമ്മൾ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും അവിടത്തേക്കും തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഗുഹ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പണ്ടത്തെ തമിഴ്നാട്ടിലെ അരകല്ലും അങ്ങനത്തെ കാര്യങ്ങളതൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്കും കാശിക്കൂട്ടം ചെറുതായിട്ട് ഉറക്കം പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ആക്റ്റീവായി. കാരണം അതിൻ്റെ അകത്ത് മുതല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഗുഹ കയറി അകത്തേക്ക് കയറുമ്പോഴത്തേക്കും കുറേ പച്ചക്കറി അങ്ങനത്തെ. അപ്പം ഈ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരി ചെറിയ മുന്തിരികളാണ്. പക്ഷേ വലിയ ഭംഗിയൊന്നുമില്ലായിരുന്നു ആ മുന്തിരിക്ക്. പക്ഷേ എന്നാലും നമ്മൾ മുന്തിരിയൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര അതിശയമല്ലേ. അപ്പം ഇവിടുന്ന് നേരെ അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ആ കയറി ചെല്ലണതിൻ്റെ അവിടെ 2 ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അതായിരിക്കും പാർക്കെന്ന് അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് അവരെ കളിയാക്കിക്കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നേരെ കാണണേ അവിടെ ഒരു ഇങ്ങനെ കവാടം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും
അവിടെ ഇങ്ങനെ ഒരു ഓലപ്പര പോലെയൊക്കെ കെട്ടി ഇങ്ങനെ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും അവിടെ നിന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും, പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ അരകല്ല് അങ്ങനെയുള്ള സാധനങ്ങൾ പണ്ടത്തെ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു, പണ്ടത്തെ അവരുടെ കുടിൽ അങ്ങനെയൊക്കെയാണ് അവർ ഉദ്ദേശിച്ചേക്കണമെന്ന് തോന്നുന്നത്. കണ്ടോ, കയറുമ്പോൾ ഇതാണ് കാണുന്നത്. പിന്നെ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. പണ്ടത്തെ അവരുടെ ആ ഇതെല്ലാം കാണിച്ച് അവർ വെച്ചേക്കണത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഒരു ഗുഹ പോലത്തെ ഒരു ഇതാണ്. അതുവഴി കയറി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു കുളത്തിലൊരു മുത്തല കിടക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാശിക്കൊണ്ട് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഇതിനു മുന്നേ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇതൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പം ഇപ്പം എന്തോ സെറ്റാക്കി എടുത്ത സംഭവം. പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കണ പോലത്തെ കല്ലും അതൊക്കെ. ഇവിടുന്ന് പിന്നെ നേരെ കയറി ചെല്ലണം, നല്ല രസമാണ്. കാരണം ഫുൾ കൃഷിയും അതൊക്കെ ആയിട്ട്. അപ്പം ഇവിടെ തക്കാളിയും പിന്നെ അമരപ്പയർ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അവർ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിലും നിറയെ കായകളായിരുന്നു. നമ്മളൊന്നും നട്ടിട്ടുണ്ടെങ്കിൽ ഒരിടം പോലും ഉണ്ടാകത്തില്ല. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും നന്നായിട്ട് കായ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പുറം ഉള്ളി ഉണ്ടായിരുന്നു, ചോളം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അവരെന്തൊക്കെയോ കുറേ രൂപങ്ങളും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ നിറയെ പയറിട്ട് നിൽക്കുവാണ്. പക്ഷേ ഇതൊന്നും അവർ പറിക്കണമൊന്നുമില്ല, കാരണം വന്നു പോണവർക്ക് കാണാനായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് വെണ്ട അത്ര വലിയ മെച്ചമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇപ്പുറം സൂര്യകാന്തി ഉണ്ട്, അതൊക്കെ പൂത്ത് അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ലേ. പിന്നെ ഇപ്പുറത്തെ ബന്ദിച്ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് കറങ്ങി വരുമ്പോൾ ആ മൂലയിലായിട്ട് ചെറുനാരകം തോന്നണം, അതെല്ലാം നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വഴുതന, പേര, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നേരെ വരുമ്പോഴത്തേക്കാണ് നിറയെ ചോളം ഉണ്ടായി നിൽക്കുന്നത്. അതിൻ്റെ ഇപ്പുറമായിട്ട് ചെറുള്ളിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞുള്ളി, അതൊക്കെ നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ പറിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവരൊന്നും ഇത് പറിക്കണേ ഇല്ല. പിന്നെ ഇതിൽ മൊത്തം ചോളമാണ്, സ്വീറ്റ് കോണാന്ന് തോന്നുന്നു, നിറച്ചുണ്ട്. പക്ഷെ നമുക്കിതൊന്നും പറിക്കാൻ പറ്റില്ല, കാരണം അവിടെ CCTV എല്ലാം വെച്ചിട്ടുള്ളതുകൊണ്ട് ഇതൊന്നും പറിക്കാൻ സാധിക്കത്തില്ല. ഇത് മൊത്തം നമ്മുടെ കുക്കുംബറാണ്. പക്ഷേ അതെല്ലാം പഴുത്ത് ചാടി പോണതല്ലാതെ ഒരെണ്ണം പോലും അവർ പറിക്കണില്ല. കാരണം ഇതെല്ലാം മൂത്ത് പാകത്തിന് കിടക്കുന്നതാണ്. അതിൻ്റെ ചോട്ടിക്കടയൊക്കെ ഒത്തിരി ചാടി കിടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർ പറിക്കണില്ല, കാരണം നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് മാത്രം അവർ നട്ടേക്കണം, അല്ലാതെ വിൽക്കാൻ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും അല്ല. പിന്നെ അവിടെ ഒരു പൂള് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് കയറി ചെല്ലുമ്പോഴത്തേക്കുമാണ് മുല്ലപ്പെരിയാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കുറേ ഫോട്ടോകളും അത് പണിതതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവരിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതുമായ എല്ലാ കാര്യങ്ങളും വെച്ച് ഡീറ്റെയിൽ ആയിട്ട് അവരത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് അവരവിടെ ഉണ്ടാക്കിയേക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ നമ്മൾ കേരളീയർക്ക് ചെല്ലണം അല്ലേ, എല്ലാവർക്കും കാണാനും പറക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അതെല്ലാം വീഡിയോ എടുത്തു. പിന്നെ ഇത് പണിത ആളുടെ കുറേ ഡീറ്റെയിൽസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതും എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. പിന്നെ മുല്ലപ്പെരിയാറിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുല്ലപ്പെരിയാർ പണിതുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഡീറ്റെയിൽസൊക്കെയാണ്. അതെല്ലാം അവരവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ പോയി കഴിയുമ്പോഴത്തേക്കും അത് പണിത അതിൻ്റെ എൻജിനീയറുടെ കുറേ ഡീറ്റെയിൽസും ഇതിനെ അടക്കിയ കവാടവും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ നേരെ അപ്പുറവശത്തായിട്ട് ഈ ടണൽ, അതായത് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുതന്നെ ടണലും അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്താണ് ഇത് പണിത ആർക്കിടെക്റ്റിൻ്റെ ശവകുടീരത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചേക്കണം. അവിടെ അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കുറേ റോസാവും അങ്ങനത്തെ സാധനങ്ങളെല്ലാം നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു കടുവയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ട് തന്നെ ഇതിൻ്റെ ഇത് വെച്ചേക്കണത്. പിന്നെ ഉള്ള സ്ഥലത്ത് അവർ നെല്ലെല്ലാം കൃഷി ചെയ്ത് അത് ഒരുമാതിരി വിളവൊക്കെ ആയിട്ടുണ്ട്. പാകമായിട്ടില്ല, കൊയ്യാൻ പാകമായിട്ടില്ല. അപ്പോൾ അവിടെ എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ടണൽ വഴിയാണ് വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിക്കണം. അതിൻ്റെയൊക്കെ ഡെമോ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ അവിടെ തന്നെ ആ പൈപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചേക്കണ കാര്യങ്ങൾ എഴുതിയൊരു ബോർഡും ഉണ്ട്. എല്ലാവരും വന്നവരൊക്കെ ഇതൊക്കെ വായിച്ചും പെറുക്കിയൊക്കെയാണ് പോണത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നെൽകൃഷി പോലെയൊക്കെ ചെയ്തേക്കണം. പക്ഷെ നല്ല ഭംഗിയുണ്ട്, എല്ലാം നന്നായിട്ട് വിളവായിട്ട് നിൽപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജമന്തിയാണ് ഇത് മൊത്തം നട്ടു വെച്ചേക്കണം. പക്ഷേ അതിൽ പൂവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നട്ടു വെച്ചിട്ടുണ്ട്. അടുത്ത തവണയൊക്കെ ചെല്ലാറാകുമ്പോഴത്തേക്കും നിറയെ
പൂക്കുമായിരിക്കും. അപ്പോൾ അതേ കാശിയും വിഷ്ണുവൊക്കെ കണ്ടിറങ്ങി, അമ്മയും ഡോണയൊക്കെ കണ്ടിറങ്ങി. ഞാൻ ഈ വീഡിയോ പിടിക്കണതിൻ്റെ പുറകിൽ പതുക്കെയാണ് ചെല്ലണത്. പിന്നെ അത് പണിത് ആർക്കിടെക്റ്റിൻ്റെ ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തു കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി പിന്നെ ഈ ഭാഗത്ത് മുന്തിരിക്ക് അത്ര ഇതില്ലാത്തത് കൊണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് നന്നായിട്ട് പഴുത്ത മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയ വഴി അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ അല്ലാതെ അപ്പുറ സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുന്തിരി കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ പച്ച മുന്തിരിയാണ് കിടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് പഴുത്ത് കിടന്നതാണ്. ഇപ്പോൾ അതെല്ലാം കളഞ്ഞ് അവരത് പ്രൂൺ ചെയ്ത് അടുത്ത് നല്ല മുന്തിരിയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഈ കയറിയ സ്ഥലത്തെല്ലാം നന്നായിട്ട് മുന്തിരി ഉണ്ടായിരുന്നപ്പോഴായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ താങ്ക് യു.